വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ച് എ ഫുഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതാ കണ്ടാൽ തന്നെ അറിയുന്നില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോമോസിൻ്റെ റെസിപ്പിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പറും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊരു മിക്സിൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾക്കൊരു സവാള ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതൊന്ന് വഴറ്റി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് റൗണ്ടായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി മസാലയാണ് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാവ് 24 hours വെച്ചിട്ടുള്ള മാവാണ്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രോസസ്സ് ചെറുതാണ്. കുറച്ച് മൈദ എടുക്കുക, അതിലോട്ട് കുറച്ച് ഈസ്റ്റും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ചൂടുവെള്ളം വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ച് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും മാവ്. ഇനി കുറച്ച് മൈദ വെതിരിൻ്റെ ശേഷം ചപ്പാത്തി പരത്തുന്നതും കാട്ടി കുറച്ച് തിന്നായിട്ട് പരത്തിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു മൂടി എടുത്തിട്ടുള്ളത് കേട്ടോ ഞാനിവിടെ. നിങ്ങൾക്ക് നിങ്ങളെ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം. ഇങ്ങനെ ആയിരിക്കും കറക്റ്റായിട്ടൊരു രീതി. അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തിട്ട് അത് എടുക്കുമ്പോൾ അത് പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ നോക്കി എടുക്കണം. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നമ്മളെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് മോമോസിൻ്റെ പ്രോസസ്സ് എല്ലാവർക്കും അറിയാം, അത് ഇങ്ങനെ നമ്മൾക്കൊന്ന് ചെയ്തെടുക്കാം. സോ അത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊന്ന് തിരിച്ചു കൊടുക്കണം. ഇനി ഞാനിവിടെ സ്റ്റീമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് നമ്മൾ പൊരിച്ചിട്ടാണുള്ളത് കേട്ടോ. ഇത് നമ്മൾ സ്റ്റീം ചെയ്യാണ്. സോ അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് മൂടി വെച്ചിട്ട് നമ്മൾക്ക് കുറച്ച് നേരം ഒരു 15 minutes ഒക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 15 minutes കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഗായ്സ് എല്ലാവരും ട്രൈ ആക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.